Good morning, friends. It's me, Simon YouTube channel. വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസമേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ധാരാളം ചെയ്തു. നൂറുകണക്കിന് വീഡിയോ നമ്മുടെ സൈറ്റിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലായിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഇതുണ്ടായി, ഒരു ബൂമിങ് ഉണ്ടായി. കുറേ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപ്രിഷിയേഷൻ പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ, അവർ വീടുകളിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വസ്ത്രം ധരിക്കാതെയൊക്കെ, എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷേ ഭംഗിയുള്ളതല്ല, ഏറ്റവും മോശമായതൊക്കെ ഇട്ടിങ്ങനെ ജീവിച്ചിരുന്നൊരു കാലം. അത് ശരിയല്ല. അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെ അവരെ കൂടുതൽ കാണുന്നത് ഈ ഭവനത്തിൽ വെച്ചാൽ. അപ്പം വീട്ടിൽ അവർക്ക് നല്ല ചായ ഇട്ട് കൊടുത്തുകൊണ്ട്, കാപ്പി ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രമായില്ല, നമ്മൾ നല്ല പെരുമാറ്റം നടത്തുന്നത് മാത്രമല്ല, നമ്മൾ നന്നായി വസ്ത്രം ധരിക്കുകയും നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരു വാല്യൂ ഉണ്ടാകുന്നത്. അത് പറഞ്ഞ ആ വീട്ടമ്മമാർക്കൊക്കെ വലിയ സന്തോഷമായി. പലരും വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. 1-2 പേര് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. എല്ലാവരും നല്ലത് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ എംഫസൈസ് ചെയ്തൊരു കാര്യം, ഈ ഡിന്നർ സെറ്റ് ഗിഫ്റ്റൊക്കെ കിട്ടും, അല്ല വാങ്ങിക്കും, എല്ലാം എന്നോ വരാനിരിക്കുന്ന ഒരു അതിഥിക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുക. പലപ്പോഴും അതിഥിയായിട്ട് വരുന്നത് നമുക്ക് നാത്തൂന്മാരോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് തന്നെ കൊടുക്കും, അഡ്ജസ്റ്റ് ചെയ്യും. ഡിന്നർ സെറ്റ് അവിടെ തന്നെ ഇരിക്കും. അത് ഒത്തിരി പേർക്ക് അങ്ങ് ഇഷ്ടമായി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അറിഞ്ഞുകൂടാത്തത് നിങ്ങളുടെ തെറ്റല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരാൾ വലയിട്ടപ്പം അതിൽ ഈ ദേശാടന പക്ഷി കുടുങ്ങി. ഞാൻ അഴിച്ചു വിടാൻ പറഞ്ഞപ്പോൾ അഴിച്ചു വിട്ടു. അറിയില്ലായിരുന്നു എനിക്ക്. 12 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാലേ ഇത് അറിഞ്ഞുകൂടാ. വീട്ടിലെ ഡിന്നർ സെറ്റ് നല്ല പാത്രങ്ങളൊക്കെ ഉപയോഗിക്കണം. അതിഥികൾ വരുമ്പോൾ അതിഥികൾക്ക് ഇത് തന്നെ കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു സെറ്റ് മാറ്റി വെക്കാമല്ലോ. ഇത് ഉടഞ്ഞു പോകുന്നൊക്കെ ഉടഞ്ഞു പോട്ടെന്നേ. നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യം പറയാം. വിദേശികളെ നമ്മളെങ്ങനെ ഒരു വീട് വെച്ചാൽ തലമുറകൾ താമസിക്കുക അല്ലേ. എന്നാൽ വിദേശികൾ അങ്ങനെയല്ല. അവരൊരു 20-25 ഇയേഴ്സ് കഴിയുമ്പം അവരത് മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ അത് പുതിയത് വാങ്ങിക്കും, അല്ലെങ്കിൽ വിറ്റിട്ട് പുതിയത് മേടിക്കും. ഒരു ചേഞ്ച് വേണം. എന്നും ഒരേ മുഖവും ഒരേ ജീവിതമല്ല അവർക്ക്. ഒരു പ്രസരിപ്പുള്ള, ആഹ്ലാദം നിമിർക്കുന്ന നല്ലൊരു മുഖച്ഛായും കാഴ്ചയാണ് അവർ ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പൊട്ടുന്നേ എടുത്ത് പുരട്ടുകളാണ്, പുതിയത് മേടിച്ച് വെക്കാമല്ലോ. ലൈഫ് എൻജോയ് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ ചെയ്തല്ലോ കുഴപ്പം. നമ്മുടെ എല്ലാ മക്കളും കൊച്ചുമക്കളും ഒക്കെ യൂറോപ്പിലും US-ലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. നമ്മൾ നമ്മുടെ പഴയ രീതിയും പഴയ ഗ്ലാസ്സുകളും ഓട്ടുകളും ഒക്കെ ഇരുന്നാൽ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പം നമുക്ക് ഇപ്പം ഞാനും എൻ്റെ മകനും മരുമകളും എല്ലാം കൂടി ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ അവളെന്നെ ഇങ്ങനെ സാക്കൂത ശ്രദ്ധിക്കുകയാണ്. അവരൊക്കെ കത്തിമുള്ളും അല്ലെങ്കിൽ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കും. നമ്മളെങ്ങനെ കഴിക്കും? നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ കത്തിമുള്ളൊക്കെ ഉപയോഗിച്ച് കഴിച്ചു. നമുക്കത് അറിയാവുന്നതുകൊണ്ടല്ലേ. അല്ലെങ്കിലോ അത്രയും വലിയ സദയം ഹാളിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതിപ്പില്ല. പക്ഷെ നമ്മൾ വീട്ടിലത് ശീലിക്കണം. നമ്മൾ സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച്, നൈഫും സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ശീലിക്കണം. ആരും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ. അപ്പോൾ നമുക്ക് ശീലിക്കാമല്ലോ. ഒരു പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ട് കത്തി കൊണ്ട് അത് കട്ട് ചെയ്ത്, നമ്മുടെ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത്, ആ ഫോർക്ക് കൊണ്ട് തന്നെ കുത്തി വായിലിട്ടൊന്ന് വെച്ച്, എന്ത് രസമാണ്. അങ്ങനെ ശീലിച്ച്. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ തന്നെ പഠിച്ചിരിക്കണം. നമ്മുടെ നാട് വളരുന്നു, നാട്ടുകാർ വളരുന്നു, നമ്മുടെ മക്കൾ വളരുന്നു. നമ്മൾ മാത്രം പുറകിൽ നിന്നാൽ പറ്റുമോ? തെറ്റില്ല. നമ്മൾ മുമ്പോട്ട് പോകണം. അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. കേവലം പാത്രങ്ങളോ വസ്ത്രങ്ങളോ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. ടോട്ടലി നമ്മുടെ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനും അഭിമാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഒത്തിരി കാര്യങ്ങളുണ്ട്. നവോത്ഥാന കാലം തൊട്ട്, മിഷണറിമാർ വന്നത് തൊട്ട്, അച്ഛന്മാരും കന്യാസികളൊക്കെ കഷ്ടപ്പെട്ട തൊട്ട് എല്ലാം ഉണ്ട്.
അതിൻ്റെ ആകത്തുകയാണ് ഇന്നത്തെ വികസനം. അപ്പോൾ ആ വികസനത്തെ സംശീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ല അവിടെ പുറകോട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. അതിന് വേണ്ട പരിശീലനത്തിന് വേണ്ടിയും കൂടിയാണ് പറയുന്നത്. നമ്മളൊക്കെ വിദേശത്ത് ചെല്ലുമ്പോഴേ ഏത് വീട്ടിൽ ചെല്ലുമ്പോൾ ചുമ്മാ അവരെല്ലാം നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും എപ്പോഴും. എന്നും പറയും ഏറ്റവും കൂടിയ ഡ്രസ്സ് ഇടണമെന്നല്ല ഉദ്ദേശിച്ചത്, ഏറ്റവും ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമായ ഡ്രസ്സുകൾ അത് ധരിച്ച് അവർ നിൽക്കത്തുള്ളൂ. കാഷ്വലി നമ്മൾ കയറി ചെന്നാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അല്ല നമ്മുടെ വീട്ടിലെ പോലെ ലുങ്കി മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന അപ്പനങ്ങി ഓടുന്നു, പോയി ബനിയൻ ഇട്ടുകൊണ്ട് വരുന്നു. അതിനൊന്നും ആവശ്യമില്ല. ഈ ഫ്ലൈസൊക്കെ കുത്തി നമ്മളെ ബോഡി ഡീക്കെ ആകാതിരിക്കാൻ എന്തെങ്കിലും വസ്ത്രം ധരിച്ച് വീട്ടിയിരിക്കുന്ന നല്ലതാണ്. അതുപോലെ സ്ത്രീകൾ മുഷിഞ്ഞ നൈറ്റി വേണ്ട, നിങ്ങൾ നല്ല നൈറ്റി ഇട്ടോ. കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഏപ്രിൻ കെട്ടിയാൽ പോരെ. കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ ഏപ്രിൻ ഊരി അങ്ങോട്ട് വെക്കുക. അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴേ ഹസ്ബൻഡ് വീട്ടിലുണ്ടെങ്കിൽ വിളിച്ച് ഉള്ളി പൊളിക്കാനും നിങ്ങൾ ചേട്ടൻ അരിഞ്ഞാൽ ആ പൊട്ടറ്റോ നല്ല ഭംഗിയാവുന്ന അരിഞ്ഞേ ചേട്ടൻ വാശിയോടെ അരിഞ്ഞു തരും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ലൈഫിൻ്റെ ബോറടി മാറുന്നത്. വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഭയങ്കര ബോറടി, കുഞ്ഞായ്മ, കുശുമ്പ്. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, ബി പോസിറ്റീവ്. നെഗറ്റീവ് കാര്യങ്ങൾ പറയാതിരിക്കുമ്പം ആദ്യം നിങ്ങൾക്ക് കുറച്ച് ദുഷിച്ച സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടു പോകും, അത് സത്യമാണ്. പക്ഷേ മേന്മയുള്ളതും സത്യസന്ധരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമായ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും പിന്നീട്. അതുകൊണ്ട് ബി പോസിറ്റീവ്, നെഗറ്റീവ് പറയരുത്, പറഞ്ഞ് നടക്കരുത്. ബൈബിള് പഠിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും ഭയങ്കര ശിക്ഷയായി പരദൂഷണം പറയുകയും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്ക്. മറ്റുള്ളവരെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക, കല്യാണം മുടക്കുക, നമുക്കറിയാൻ മേലാത്ത കാരണം പറഞ്ഞ് കല്യാണം മുടക്കിക്കുക, നമ്മൾക്ക് വലിയ കടുത്ത ശിക്ഷ. അപ്പം അതിൽ നമ്മുടെ മനസാക്ഷിയോട് തന്നെ നമുക്ക് ചോദിക്കാമല്ലോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ. അപ്പം മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക, എന്ത് കിട്ടാനാ ആ ഒരു നിമിഷം, അതപ്പോഴേ അലിഞ്ഞു പോയി. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് സന്തോഷം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൽ അത് സെർച്ച് ചെയ്താൽ കിട്ടും. ചേച്ചി ബുദ്ധിമുട്ട് സെർച്ച് ചെയ്യേണ്ടി വരും, കാരണം ധാരാളം ഇറ്റ്സ് മീ സൈമൺമാരുണ്ട് ലോകം മുഴുവൻ. എൻ്റെ ഫോട്ടോ വെച്ച് നോക്കിയെടുക്കുക. അത് പലതരത്തിലുള്ള ഈ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അത് ചോർത്തിയെടുക്കാനും വളരെ ശ്രമിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ശരിയാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. മഴ തുടങ്ങിയപ്പോൾ എന്നോ എഴുത്തായിരുന്നല്ലേ, പത്രങ്ങളും നമ്മളെ പേടിപ്പിച്ചു. ഇപ്പോൾ ഇത് നല്ല മഴയുണ്ട്, ഞാൻ നടക്കുന്ന റോഡിൽ വെള്ളമുണ്ട്. പക്ഷേ സുസ്മേരവതരായി നമ്മളതിനെ നേരിടുക അല്ലേ. പരിചയസമ്പന്ന ഉദ്യോഗസ്ഥന്മാർ, സദാ സഹായിക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെൻറ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രവർത്തകർ എല്ലാവരും കൂടി ചോദിച്ചപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളതിനെ സർവേ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഒരു പാട്ടുണ്ടല്ലോ, ഇനിയും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ആ അച്ഛൻ്റെ ഒരു പാട്ടല്ലേ, അത് കേൾക്കുമ്പോൾ എല്ലാം ഞാനിങ്ങനെ തരളിതനായി പോകാറുണ്ട്. അവരുടെ ആ സന്ദർഭം, ആ പാടിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അതിനെ അതിജീവിച്ച് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഓരോ വേദനിക്കുന്ന ആളുകൾക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പോക്സോ കേസിൽപ്പെട്ട് അകത്ത് പോയി. അപ്പോൾ എല്ലാവരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയോ തെറ്റോ എന്ന് അറിയുന്നില്ല, പലരും അത് അവോയ്ഡ് ചെയ്യും അല്ലേ. ആ സന്ദർഭത്തിൽ ഞാൻ ഈ പാട്ടായി അയച്ചു കൊടുത്തു. ഒരു കാറ്റും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്നുള്ള പാട്ട് അയച്ചു കൊടുത്തു. അത് ഞാൻ ഒരു വലിയ സംഭാഷണം നടന്നതിനെക്കാട്ടും വലുതായിരുന്നു ആ പാട്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ വിജയിച്ച് നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം ഒത്തിരി പേരുണ്ട്. എന്നാൽ നമ്മൾ തോറ്റ് നിൽക്കുമ്പോഴല്ലേ, നമ്മൾ തോൽപ്പിക്കപ്പെട്ട് നിൽക്കുമ്പോഴും ആരും കാണത്തില്ല, നമ്മൾ തന്നെ കാണത്തുള്ളൂ. അതാണ് നമ്മൾ അതിജീവിക്കേണ്ടുന്ന ജീവിത രഹസ്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾക്ക് ചിട്ടയായ വ്യായാമം, ചിട്ടയായ നടപ്പ്, ഭക്ഷണത്തിൽ ക്രമീകരണം ഉണ്ടെങ്കിൽ ഒരുമാതിരി ഇൽനെസ്സിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സ് ശക്തമാകും, നമ്മുടെ തോട്ട്സ് ആൻഡ് തിങ്കിങ് എല്ലാം പോസിറ്റീവാകും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ.
പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.